വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. 1830 സ്ത്രീകൾക്ക് ഒരു മാസത്തെ പെൻഷൻ നഷ്ടപ്പെടുത്തിയ UDF നേതൃത്വത്തിലുള്ള പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചരിത്രത്തിലാദ്യമായി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിലെ 4 ലക്ഷം സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന പെൻഷൻ പദ്ധതി നവംബർ 1 ഉത്തരവായെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടം കാരണം ജനുവരി 1 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാൻ അവസരം ലഭിച്ചു. കേരള ബജറ്റിൽ ഈ പദ്ധതിക്കായി 3200 കോടി രൂപ നീക്കിവെക്കുകയുമുണ്ടായി. പെരിന്തൽമണ്ണ നഗരസഭയിൽ 2000-ലധികം അപേക്ഷകൾ ലഭിച്ചു. ജനുവരി 27 പ്രിൻസിപ്പൽ ഡയറക്ടർ വിളിച്ചു ചേർത്ത റിവ്യൂ യോഗം നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ലഭ്യമായിട്ടുള്ള എല്ലാ അപേക്ഷകളും വെരിഫിക്കേഷൻ പൂർത്തിയാക്കി കൌൺസിൽ യോഗത്തിൽ വെച്ച് സമയബന്ധിതമായി അംഗീകാരം നൽകി തീർപ്പാക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി. എന്നാൽ UDF നേതൃത്വത്തിലുള്ള പെരിന്തൽമണ്ണ നഗരസഭ ഭരണസമിതി പ്രസ്തുത നിർദ്ദേശം നടപ്പിലാക്കാൻ തയ്യാറായില്ല. ഫെബ്രുവരി 6 മുൻപ് എല്ലാ അപേക്ഷകളും അംഗീകാരം നൽകി അയക്കണമെന്ന് പിന്നീട് വന്ന ഉത്തരവും ഭരണസമിതി നടപ്പാക്കിയില്ല. ഫെബ്രുവരി 11 12 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് പെൻഷൻ പദ്ധതിയിലൂടെ 2 മണിക്കൂറിനകം 1,18,042 പേർക്ക് പണം അക്കൌണ്ടിലെത്തി. എന്നാൽ പെരിന്തൽമണ്ണ നഗരസഭ അതിർത്തിയിലെ ഒരാൾക്ക് പോലും പണം ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ നഗരസഭയിലെ LDF കൌൺസിലർമാരും ഗുണഭോക്താക്കളും ശക്തമായ സമരവുമായി എത്തിയതിനു ശേഷമാണ് അപേക്ഷകൾക്ക് അംഗീകാരം നൽകിയത്. 2000-ലധികം അപേക്ഷകളിൽ 1830 എണ്ണം അംഗീകാരം നൽകി എന്ന് അവകാശപ്പെടുമ്പോഴും നിർദ്ദേശിച്ച സമയപരിധിക്കകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതിനാൽ പെരിന്തൽമണ്ണയിലെ ഗുണഭോക്താക്കളുടെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക 18,30,000 രൂപ എന്നേക്കുമായി നഷ്ടപ്പെടുത്തി. ബോധപൂർവം അനാസ്ഥ കാണിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ രാഷ്ട്രീയ നാടകത്തിന് അവർ നേതൃത്വം നൽകിയത്. ഈ വലിയ നീതികേടിന് സമൂഹത്തോട് പൊതുവെയും സ്ത്രീകളോട് വിശേഷിച്ചും മാപ്പ് പറയണമെന്ന് മഹിളാ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഈ കൃത്യവിലോപനത്തിനെതിരെ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും മഹിളാ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഫെബ്രുവരി 11 തുടങ്ങി പണം എത്തിയിട്ടുണ്ട്. ഇത് ഗവൺമെന്റ് പ്രൊസീജിയറാ. അതിനാണ് ഉത്തരവ് ഇറക്കിയാൽ അത് അംഗീകരിക്കാതെ ഏതോ കാന്തപുരമോ ഏതോ ആളോ പറയുന്നത് MLAയോ മറ്റാരെങ്കിലും ഉപദേശിക്കുന്നതിന് വേണ്ടി നിന്നാൽ അത് സ്ത്രീകൾക്കെതിരാകുമെന്നതിന്റെ ഉദാഹരണമാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ 18,30,000 രൂപ സ്ത്രീകളുടെ രൂപ നഷ്ടപ്പെടുത്തിയത്. ആര് മറുപടി പറയും? ആരത് നൽകും? ആരാണ് ഉത്തരവാദി? ഞങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്, അടുത്ത മാസം കിട്ടും. ഒരു മാസത്തെ പണം നിഷേധിച്ച മുനിസിപ്പൽ ചെയർമാനും ഭരണസഭാ സമിതിയും അത് മാപ്പ് പറയണം. പെരിന്തൽമണ്ണയിലെ നഗരസഭയിലെ സ്ത്രീകളോട് സമൂഹത്തോട് മാപ്പ് പറയണം. നമ്മുടെ സാധാരണ സ്ത്രീകളോട് പുച്ഛമാണ് അവർക്ക്. സാധാരണ സ്ത്രീകൾക്ക് ശത്രുതയാണ് അവർക്ക്. അവർ കരുതിയത് ഇത് രാഷ്ട്രീയം കളിക്കാമെന്നാണ്. ഇത് ഇടതുപക്ഷ മുന്നണി കൊടുക്കാത്തതുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നത്. എങ്ങനെ മനസ്സിലാവുക? 994 പഞ്ചായത്തുകളിൽ 4 അല്ലാത്തിടത്തൊക്കെ വലതുപക്ഷാണ് ഭരിക്കുന്നത്. ഇതേ പാർട്ടിക്കാരാണ് ഭരിക്കുന്നത്. അവിടെയൊക്കെ കിട്ടി. എങ്ങനെയാണ് ജനങ്ങളൊക്കെ കണ്ണില്ലാത്തവരാണ്, കാതില്ലാത്തവരാണ്. കോട്ടക്കൽ നഗരസഭ ഭരിക്കുന്നതാരാ? മുസ്ലിം ലീഗ്. മഞ്ചേരി നഗരസഭ ഭരിക്കുന്നതാരാ? മുസ്ലിം ലീഗ്. ഒരു നഗരസഭ പോലും LDF-ന് ഈ മലപ്പുറം ജില്ലയിലില്ല. മലപ്പുറത്തെ മുനിസിപ്പാലിറ്റിക്ക് ഒരു അസുഖം, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്ക് വേറെ അസുഖം. ഗവൺമെന്റ് ഉത്തരവൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിന്റെ ദുരന്തം, അതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് മലപ്പുറത്തെ പെരിന്തൽമണ്ണയിലെ സ്ത്രീകളാണ്.